ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് തലപ്പാറയാണ്. തലപ്പാറ NH66 നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ ഭാഗത്തുള്ള കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ കുറേ മുന്നേ ഇവിടെ വീഡിയോ ചെയ്തതാണ്. അതിൻ്റെ ശേഷം ഇപ്പോഴാണ് വരുന്നത്. അതിൻ്റെ ശേഷം വന്ന് നോക്കുമ്പോൾ ഒരുപാട് പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ റോഡ് വർക്ക് ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷമുള്ള കുറേ ഭാഗത്ത് മണ്ണൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ പുതുതായിട്ട് മണ്ണ് കുറേ ഭാഗത്ത് കൂട്ടി വെച്ച് കാണാം. പിന്നെ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നേരത്തെ തന്നെ ഒരു അണ്ടർപാസ് നമുക്ക് ഇവിടെ മുന്നിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോവാനുണ്ട് ആ ഭാഗത്തേക്ക്. ഇതാണ് ഈ ഭാഗത്തുള്ള കാഴ്ച. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റില്ല. കാരണം അവിടെ ഒരു തോടിൻ്റെ കുറുകെ ഒരു പാലം വർക്ക് നടക്കുന്നുണ്ട്. ആ പാലത്തിൻ്റെ വർക്ക് നമുക്ക് പോയി കാണാം. ഇവിടെ ഇതിൻ്റെ മെഷീനറീസൊക്കെ ഇപ്പോൾ ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ കട്ട വെച്ചുള്ള വർക്കിന് വേണ്ടിയിട്ട് കുറേ കട്ടയൊക്കെ കൊണ്ടുവന്ന് വെച്ച് നമുക്ക് കാണാം. അപ്പോൾ പാലത്തിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞു. പക്ഷേ റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അതാണ് ഇപ്പോൾ നടക്കേണ്ടത്. അപ്പോൾ ഇതാണ് റോഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടിരുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു ഭാഗത്ത് ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് കാണാം. ഇതാണ് ഈ ഭാഗത്ത് ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് നടക്കേണ്ടതുള്ളത്. അപ്പോൾ പാലവുമായി ബന്ധിപ്പിക്കുന്ന വർക്കാണ് ഇനി നടക്കേണ്ടതുള്ളത്. ഇപ്പോൾ NH66 വർക്ക് മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തും നല്ല രീതിയിലുള്ള വർക്ക് നടക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു വലിയ പാലം തന്നെയാണ്. ഇവിടെ വലുപ്പമുണ്ട്. ഇവിടെ പഴയ മണ്ണെടുത്ത് മാറ്റി പുതിയ മണ്ണ് കൊണ്ടുവന്ന് വെച്ച് കട്ട വെച്ച് നമുക്ക് കാണാം. മണ്ണൊക്കെ ഫില്ല് ചെയ്ത് പൊക്കിക്കൊണ്ടിരേണ്ട വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. പാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഇവിടെ സർവീസ് റോഡും ഇതുമായിട്ട് ബന്ധിപ്പിച്ച് ഒരു ചെറിയ പാലത്തിലൂടെയാണ് പോകുന്നത്. നമുക്ക് കാണാം സർവീസ് റോഡിൻ്റെ ഒരു പാലം, ചെറിയൊരു പാലം. പിന്നെ മെയിൻ ഹൈവേ കുറച്ച് പൊങ്ങിയിട്ടാണ് പോകുന്നത്. പഴയ പാലത്തിലൂടെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നത് നമുക്ക് കാണാം. ഇവിടെ ഒരു തോടിൻ്റെ കുറുകെയാണ് ഈ പാലം വന്നിട്ടുള്ളത്. ഇതാണ് തലപ്പാറ ഭാഗത്തുള്ള അണ്ടർപാസ്. വലിയൊരു അണ്ടർപാസ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള റോഡിൻ്റെ വർക്കും ഈ ചെറിയ പാലത്തിൻ്റെ വർക്കുമാണ് ഇപ്പോൾ ഇനി നടക്കേണ്ടതുള്ളത്. അപ്പോൾ അതൊക്കെ പാലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റോഡ് വർക്കാണ് നടക്കുന്നത്. അടിപൊളിയായിട്ട് വർക്ക് നല്ല സൂപ്പറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മറ്റു ഭാഗത്തുള്ള കാഴ്ചകളിലേക്ക് പോയി നോക്കാം. സർവീസ് റോഡ് കണ്ടില്ലേ, കുറേ കച്ചറൊക്കെ ആക്കിയിട്ട പോലെ തോന്നുന്നുണ്ട്. ഇത് പഴയ കുറേ ക്രാഷ് ബാരിയറൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടതാണ്. ഇതിപ്പോൾ ഇവിടെ പുതുതായിട്ട് ക്രാഷ് ബാരിയറൊക്കെ നിർമ്മിച്ചത് നമുക്ക് കാണാം. നല്ല അടിപൊളിയായിട്ട് വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു പാടത്തിൻ്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ ഈ സർവീസ് റോഡ് പോകുന്നത്. വെള്ളം കയറുന്ന ഒരു ഭാഗം തന്നെയാണ്. ഈ സർവീസ് റോഡിലേക്ക് വെള്ളം കയറുമോ അറിയില്ല. മഴ വരുമ്പോഴും വെള്ളം കയറുന്ന സമയത്ത് അറിയാൻ പറ്റുള്ളൂ. ഈ കഴിഞ്ഞ വേനലിക്ക് മഴക്കാലത്ത് വെള്ളം കയറിയിട്ടുണ്ടോയെന്ന് അതും അറിയില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റ് ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പറഞ്ഞാൽ, ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ ടാർ ചെയ്ത ഭാഗം കാണാം. ഈ ഭാഗത്തൊക്കെ കുറച്ച് നേരത്തെ തന്നെ ടാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടാർ ചെയ്ത ഭാഗവും നേരത്തെ ഞാൻ കാണിച്ച ആ ഭാഗവുമായിട്ട് കണക്ട് ചെയ്യാനുള്ള വർക്കാണ് ഇനി നടക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് കാണാം ആ ഭാഗത്തൊക്കെ കാഴ്ചകൾ എന്താണ് ഇനി നടക്കേണ്ടതെന്ന്. പാലത്തിൻ്റെ മുകളിൽ വെക്കാനുള്ള ബീമുകളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചത് കാണാം നമുക്ക്. ഇവിടുന്ന് ഇനി അങ്ങോട്ടുള്ള റോഡ് വർക്കാണ് നടക്കേണ്ടതുള്ളത്. ഈ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു പഴയ റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇവിടുന്ന് കടന്നു പോകുന്നത്. നേരത്തെ ഞാൻ സർവീസ് റോഡ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ആ സർവീസ് റോഡിലാണ് ഇപ്പോൾ അവിടെയൊക്കെയുള്ള വർക്കേഴ്സിൻ്റെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ
ഈ പോകുന്ന വാഹനങ്ങളൊക്കെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള വാഹനങ്ങളാണ്. ഇതിപ്പോൾ ഈ റോഡിൻ്റെ സെൻറ്റർ ഭാഗത്തിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് കണ്ടാണ് പോകുന്നത്. ഇവിടെ കുറച്ച് താഴ്ന്നൊരു ഭാഗമായതുകൊണ്ട് ഇവിടെ ഒരു കോൺക്രീറ്റ് ബീമാണ് വരുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്കിവിടെ കാണാം, കട്ട വെച്ചാണ് ഇവിടെ സൈഡ് വാളൊക്കെ കെട്ടുന്നത്. ഈ ഭാഗത്ത് കുറച്ച് താഴ്ന്നൊരു ഭാഗമായതുകൊണ്ട് ഇവിടെ ഒരു കോൺക്രീറ്റ് വാളാണ് കെട്ടുന്നത്. കാണാം നമുക്ക്. ഇതാണ് കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഭാഗത്ത് കൂടെ ഈ കോൺക്രീറ്റ് വാൾ ഇനി വർക്ക് നടക്കേണ്ടതുണ്ട്. അപ്പോൾ അത് പിന്നീട് നടക്കുമായിരിക്കാം. ഇതാണ് ഇപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ. ഇപ്പോൾ നല്ല രീതിയിൽ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. കോഴിക്കോടിൽ നിന്ന് വരുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ ഈ സൈഡിലൂടെയുള്ള പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ മുൻഭാഗത്തൊക്കെ സർവീസ് റോഡിലൂടെ അല്ല പോകുന്നത്, അവിടെയൊക്കെ പഴയ റോട്ടിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇനി പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഭാഗത്തൂടെയൊക്കെ വാഹനങ്ങൾ കടന്നു പോവുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞ് അടിപൊളിയായിട്ട് നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ. ഇനി ഇവിടെ സർവീസ് റോഡ് ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് സർവീസ് റോഡിൻ്റെ ബാക്കി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് സർവീസ് റോഡ് വർക്ക് നടക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ചെറിയ പാലം കൂടെ ഇതിൻ്റെ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച് നമുക്ക് കാണാം. നേരത്തെ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വർക്കൊക്കെയാണ് ഇനി നടക്കേണ്ടതുള്ളത്. ഇതൊക്കെയാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ. ഇനി നമുക്ക് പാലത്തിൻ്റെ അപ്പുറത്തുള്ള സൈഡിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ആ ഭാഗത്തും നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്, പാലവുമായി ജോയിൻ ചെയ്യുന്ന വർക്ക്. അപ്പോൾ പാലത്തിൻ്റെ വർക്കിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കൂടെ കാണിച്ചു തരാം. ഇതാണ് ഇവിടെയുള്ള സർവീസ് റോഡ്. ഇതാണ് കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ വരേണ്ട വാഹനങ്ങൾ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ഭാഗത്ത് വലിയ പാറയായിരുന്നു. ഈ കണ്ടിൽ ഈ പാറ ഫുള്ളായിട്ട് ഇവിടുന്ന് എടുത്തു മാറ്റി നല്ല വീതിയിലുള്ള ഒരു റോഡാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഭാഗത്ത് ഇപ്പോൾ ഒരു ചെറിയൊരു സർവീസ് റോഡ് പോലെ ഉള്ളൊരു ഭാഗം കാണാം. അതൊക്കെ ആ ഭാഗത്തുള്ള ഉൾപ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ പോകാനുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ നല്ല വീതിയിലുള്ള കുറേ ഭാഗം ഉള്ളത് കൊണ്ട് ഇനി വാഹനങ്ങൾക്കൊക്കെ പാർക്കിംഗ് സംവിധാനം ആക്കി മാറ്റാൻ പറ്റുന്ന ഇതും കൂടാണ്. അപ്പോൾ എങ്ങനെ ആയിരിക്കുമെന്ന് ഇപ്പോൾ എനിക്കറിയില്ല അതിനെപ്പറ്റി. ഇപ്പോൾ അടിപൊളിയായിട്ട് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ഇവിടെയുള്ള സർവീസ് റോഡ്. അപ്പോൾ നമുക്ക് ഏതായാലും മുന്നോട്ട് പോയി നോക്കാം. മുന്നോട്ടുള്ള എന്തൊക്കെയാണ് അവിടെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ കാണിച്ച പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇവിടെയും മണ്ണിട്ട് പൊക്കാനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരികയാണ്. അതിൻ്റെ വർക്കേഴ്സൊക്കെ അവിടെ കാണാം. പിന്നെ തോട്ടിൽ നിന്നുള്ള വെള്ളമാണ് ഈ കാണുന്നത്, വെള്ളം കയറിയത് കണ്ടില്ലേ. ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള മണ്ണ് ലെവലിംഗാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ക്രാഷ് ബാരിയർ ഇവിടെ പണി നടക്കേണ്ടതുണ്ട്. അതിൻ്റെ കമ്പിയൊക്കെ കാണാം നമുക്ക് ഇവിടെ ഇനി കട്ട കൊണ്ടുള്ള വർക്കാണ് നടക്കേണ്ടത്. ഇവിടെയൊക്കെ കണ്ടില്ലേ തകർന്നൊക്കെ പോയി കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ച. അപ്പോൾ NH66 വർക്ക് ഈ ഭാഗത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇത് കാണാം നമുക്ക്. തലപ്പാറ ഭാഗത്താണ്. തലപ്പാറയാണ് ഏറ്റവും ആദ്യം വലിയ ഒരു അണ്ടർപാസ് വന്നിട്ടുള്ളത്. ആ അണ്ടർപാസ്സാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. കാണുന്നുണ്ടോ അറിയില്ല, ഞാൻ കാണിക്കാം. ഇതാണ് അണ്ടർപാസിൻ്റെ വർക്കൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു ടൗൺ പോലെ ആയിട്ടുണ്ട്. ഇവിടുത്തെ ഡിസൈനിങ്ങും അത്തരത്തിലുള്ളൊരു ഡിസൈനിങ്ങാണ്. കാരണം ഇവിടെ റോഡിൻ്റെ വീതി കുറച്ച് കൂടുതലുള്ളൊരു ഭാഗം തന്നെയായിരുന്നു ആദ്യം. പിന്നെ ഈ ഭാഗത്ത് പറഞ്ഞാൽ നമ്മുടെ ചെമ്മാട് മമ്പുറം ഭാഗത്തോട്ടൊക്കെ പോകുന്ന ഒരു ജംഗ്ഷനും കൂടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നല്ല വീതിയുള്ളൊരു ഭാഗം തന്നെയായിരുന്നു. ഇപ്പോൾ അവിടെ സെൻറ്റർ ഭാഗത്തൊരു മണ്ണൊക്കെ നിറച്ച ഒരു ഭാഗം കാണാം. സർവീസ് റോഡും ഈ ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഡിസൈനിൽ മാറിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഈ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ഇതാണ്. അപ്പോൾ നിങ്ങൾ പുതുതായിട്ടൊക്കെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇനിയും ഒന്നുകൂടെ പറയുകയാണ്, വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് തലപ്പാറ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ ഇനി പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ നമുക്കിവിടെ വന്നിട്ട് വീണ്ടും വീഡിയോ എടുക്കാം. അപ്പോൾ ഇതാണ് ഈ ഇപ്പോൾ കാണുന്ന ഇവിടുത്തെ ഏറ്റവും പുതിയ കാഴ്ചകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും തുടർന്നും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.